ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത്? ഇവിടെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ആ സംഖ്യകൾ എക്സ് എന്നും വൈ എന്നും എടുക്കാം. എക്സും വൈയും. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക, ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. അപ്പോൾ നമുക്ക് എക്സ് വൈയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണെന്ന് എഴുതാം. അതായത് എക്സ് സമം വൈയുടെ 3 മടങ്ങെന്ന് പറഞ്ഞാൽ 3y അധികം 2. അപ്പോൾ വൈയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലായി എക്സ്. ഇനി വൈയെ 3 കൊണ്ട് ഗുണിച്ചതിനോട് 2 കൂട്ടിയതാണ് എക്സ്. അപ്പോൾ എക്സ് വലിയ സംഖ്യയും വൈ ചെറിയ സംഖ്യയുമായിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ചെറിയ സംഖ്യയായ വൈ ആണ്. ഇനി അടുത്ത ബന്ധം നോക്കുക, ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. അപ്പോൾ വലിയ സംഖ്യ നമ്മൾ എക്സ് എന്നും ചെറിയ സംഖ്യ വൈ എന്നുമാണ് കരുതിയത്. അപ്പോൾ വൈയുടെ 4 മടങ്ങാണ് എക്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്സ് സമം 4y എന്ന് കിട്ടും. നമുക്ക് ഈ ആദ്യത്തെ ഇക്വേഷനിലെ എക്സിന് പകരം അവിടെ എന്ത് കൊടുക്കാം? 4y എന്ന് കൊടുക്കാം. അപ്പോൾ 4y സമം 3y അധികം 2 എന്ന് വരും. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 3y ഇടതുവശത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 4y മൈനസ് 3y സമം 2 എന്ന് കിട്ടും. 4y നിന്ന് 3y കുറച്ചാൽ 1y, അതായത് y സമം 2 എന്ന് കിട്ടും. അതായത് ചെറിയ സംഖ്യ 2. ശരി ഉത്തരം ഓപ്ഷൻ എ. രണ്ട് സംഖ്യകളുടെ ശരാശരി 11.5 അവയുടെ വ്യത്യാസം 11.5 ആണെങ്കിൽ വലിയ സംഖ്യ ഭാഗം ചെറിയ സംഖ്യ എത്ര? ഇവിടെ രണ്ട് സംഖ്യകളുടെ ശരാശരി 11.5 എന്ന് നൽകിയിരിക്കുന്നു. കൂടാതെ അവയുടെ വ്യത്യാസവും 11.5 ആണ്. അങ്ങനെയെങ്കിൽ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഉത്തരം എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയില്ലാത്ത ആ സംഖ്യകൾ നമുക്ക് എക്സ് എന്നും വൈ എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എക്സും വൈയും കൂടെ കൂട്ടി അതിൻ്റെ പകുതി കാണുന്നതാണ്. സംഖ്യകൾ എക്സും വൈയും ആണെങ്കിൽ അവയുടെ ശരാശരി എക്സ് പ്ലസ് വൈ ബൈ 2 ആണ്. ഈ എക്സ് പ്ലസ് വൈ ബൈ 2 സമം 11.5 എന്ന് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാം. 2 കൊണ്ട് 11.5 ഗുണിച്ചാൽ മതി. 2 ഗുണം 11.5 23 കിട്ടും. അതായത് സംഖ്യകളുടെ തുക 23 ആണ്. നോക്കുക, തുക 23 എന്ന് തന്നു, വ്യത്യാസം 11.5 എന്ന് തന്നു. അതായത് എക്സ് മൈനസ് വൈ സമം 11.5. അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും ഉണ്ടെങ്കിൽ അതിലെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. വലിയ സംഖ്യ കിട്ടാനായിട്ട് ഇവിടെ നോക്കുക, വലിയ സംഖ്യ എക്സ് ആയിരിക്കും. കാരണം എക്സിൽ നിന്ന് വൈ കുറച്ചപ്പോൾ പോസിറ്റീവാണ് കിട്ടിയത്. അപ്പോൾ വലിയ സംഖ്യ എക്സ് ആയിരിക്കും. എക്സ് കിട്ടാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്താൽ മതി, ഇത് രണ്ടും കൂടെ കൂട്ടി അതിൻ്റെ പകുതി എടുത്താൽ മതി. അതായത് 23ഉം 11.5ഉം കൂടെ കൂട്ടുക, എന്നിട്ട് പകുതി കാണുക. അപ്പോൾ 34.5 ബൈ 2 എന്ന് വരും. 34ൻ്റെ പകുതി 17, 0.5ൻ്റെ പകുതി 0.25, അപ്പോൾ 17.25 എന്ന് കിട്ടും. അപ്പോൾ വലിയ സംഖ്യ കിട്ടി. ഇനി ചെറിയ സംഖ്യ കിട്ടാൻ ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 23ൽ നിന്ന് 11.5 കുറയ്ക്കുക ബൈ 2. 23ൽ നിന്ന് 11.5 കുറച്ചാൽ 11.5 തന്നെ കിട്ടും. കാരണം നമ്മൾ നേരത്തെ ചെയ്തു, 11.5ൻ്റെ ഇരട്ടിയാണ് 23. അപ്പോൾ 11.5നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കണം. 10ൻ്റെ പകുതി 5, 1.5യുടെ പകുതി 0.75, അപ്പോൾ 5.75 എന്ന് കിട്ടും. അപ്പോൾ സംഖ്യകൾ നമുക്ക് കിട്ടി 17.25ഉം 5.75. ഈ വലിയ സംഖ്യ ഭാഗം ചെറിയ സംഖ്യ എത്ര? അതായത് 17.25നെ 5.75 കൊണ്ട് നമുക്ക് ഹരിക്കണം. അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കാൻ 100 കൊണ്ട് അംശത്തിനെയും ഛേദത്തിനെയും ഗുണിക്കാം. അപ്പോൾ 1725 ബൈ 575 എന്ന് കിട്ടും. അപ്പോൾ ഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് 3 എന്ന് ഉത്തരം കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ ബി 3. സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ അതേ തുക 4:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി. എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര? ഇവിടെ നോക്കുക, സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക വീതം വെച്ചു. അപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ അതേ തുക 4:1 എന്ന അംശബന്ധത്തിൽ വീതം വെച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി. എങ്കിൽ അവർ വീതം വെച്ച തുക എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, 2:3 എന്ന അംശബന്ധത്തിൽ വീതം വെച്ചപ്പോൾ സീനയ്ക്കും മീനയ്ക്കും കിട്ടിയത് ആ തുകയുടെ ആകെ തുകയുടെ എത്ര ഭാഗമാണ് എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. നോക്കുക, സീന മീന. അപ്പോൾ സീനയ്ക്ക് കിട്ടിയത് എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്
ഈ 2 3 കൂടെ കൂട്ടുക 5. അപ്പോൾ ആകെ 5 ഭാഗങ്ങളുണ്ട്. അതിൽ 2 ഭാഗമാണ് സീനയുടേത്. അപ്പോൾ 5-ൽ 2 ഭാഗം സീനയ്ക്ക് കിട്ടി, 5-ൽ 3 ഭാഗം മീനയ്ക്ക് കിട്ടി. ഇനി ഇതേ തുക 4:1 എന്ന അംശബന്ധത്തിൽ വീതം വെച്ചപ്പോൾ സീനയ്ക്ക് കിട്ടിയതോ 4 1 കൂടെ കൂട്ടിയ 5. അപ്പോൾ ആകെ ഭാഗങ്ങളുടെ എണ്ണം 5. അതിൽ സീനയ്ക്കുള്ളത് 4, മീനയ്ക്കുള്ളത് 1. അപ്പോൾ 5-ൽ 1 ഭാഗം മീനയ്ക്കും കിട്ടി. നമുക്ക് വേണ്ടത് ഇതാണ്. സീനയ്ക്ക് ആദ്യം 5ആയി ഭാഗിച്ചതിൽ 2 ഭാഗവും രണ്ടാമത് 5ആയി ഭാഗിച്ചതിൽ 4 ഭാഗവുമാണ് കിട്ടിയത്. 2 തവണയും 5ആയിട്ടാണ് വീതം വെച്ച്. ആദ്യം 2 ഭാഗം കിട്ടി, രണ്ടാമത് 4 ഭാഗം കിട്ടി. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? രണ്ടാമത് 5-ൽ 4 കൂടുതൽ കിട്ടി, ആദ്യത്തേത് 5-ൽ 2. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഛേദം തുല്യമാണ്. അതുകൊണ്ട് 5 തന്നെ എഴുതുക. 4-ൽ 2 കുറച്ച് 2, 5-ൽ 2. അപ്പോൾ ആകെ തുകയുടെ 5-ൽ 2 ഭാഗമാണ് വ്യത്യാസം. ഈ വ്യത്യാസമാണ് 804. അപ്പോൾ ആകെ തുക എക്സ് എന്നെടുത്താൽ എക്സിൻ്റെ 5-ൽ 2 ഭാഗം എന്ന് പറയുന്നത് 804 ആണ്. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ ഈ 5-ൽ 2 വലതുവശത്തേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ 804 ഗുണം വലതുവശത്ത് ചെല്ലുമ്പോൾ 5-ൽ 2 വ്യുൽക്രമം എഴുതണം. അപ്പോൾ 5/2 എന്ന് വരും. 804-നെ 2 കൊണ്ട് ഹരിച്ചാൽ 402, ഗുണിച്ച് കഴിയുമ്പോൾ 2010 എന്ന് കിട്ടും. അതായത് ആകെത്തുക 2010. ശരി ഉത്തരം ഓപ്ഷൻ എ. 10.1 ക്യൂബ് അധികം 2.9 ക്യൂബ് ഡിവൈഡഡ് ബൈ 10.1 ഗുണം 10.1 അധികം 2.9 ഗുണം 2.9 ന്യൂനം 29.29 ലഘൂകരിച്ചാൽ കിട്ടുന്നത് ഏത്? നോക്കുക, ഇവിടെ 10.1 ക്യൂബ് അധികം 2.9 ക്യൂബ് എന്നുള്ള രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ നമുക്ക് സർവ്വസമവാക്യം ഉപയോഗിച്ച് വേണം ഇത് ഉത്തരം കണ്ടുപിടിക്കാൻ. നമുക്ക് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് സമം എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ആണ്. ഈ സർവ്വസമവാക്യം ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡിനോമിനേറ്റർ നോക്കുക. 10.1 ഗുണം 10.1 അത് 10.1ൻ്റെ സ്ക്വയറാണ്. അതുപോലെ 2.9 ഗുണം 2.9 2.9ൻ്റെ സ്ക്വയറും. ഇനി 29.29 ഇവിടെ എന്താണ് ബന്ധം നോക്കുക. നമുക്ക് എ ബി എന്നുള്ള രൂപത്തിൽ വരികയാണെങ്കിൽ നമുക്ക് സൗകര്യമുണ്ട്. ഇവിടെ എയുടെ സ്ഥാനത്ത് 10.1 ബിയുടെ സ്ഥാനത്ത് 2.9 അപ്പോൾ നമുക്ക് ഈ 10.1നെ 2.9 കൊണ്ട് ഗുണിച്ച് നോക്കാം. 10.1നെ 2.9 കൊണ്ട് ഗുണിക്കാനായിട്ട് നമുക്ക് 101 ഗുണം 29 കണ്ടാൽ മതി. എന്നിട്ട് ഡെസിമൽ പോയിൻ്റ് കൊടുത്താൽ മതി. 101 ഗുണം 29 കാണാൻ 29 ഗുണം 100 2900 വരും. അതിൻ്റെ കൂടെ ഒരു തവണയും കൂടി 29 കൂട്ടിയാൽ മതിയല്ലോ. അതായത് 2929. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എഴുതാനായിട്ട് 2929 എഴുതി ഡെസിമൽ പോയിൻ്റ് കൊടുക്കുക, 2 സ്ഥാനം മാറ്റി. അപ്പോൾ 29.29 വരും. അപ്പോൾ ഈ 29.29 എന്നുള്ളത് 10.1 ഗുണം 2.9 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാവും. 10.1 ക്യൂബ് പ്ലസ് 2.9 ക്യൂബ് ഡിവൈഡഡ് ബൈ 10.1 സ്ക്വയർ അധികം 2.9 സ്ക്വയർ മൈനസ് 29.29 എന്നുള്ളത് 10.1 ഗുണം 2.9. അപ്പോൾ ഇത് നോക്കുക. ഇത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന് പകരം എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി കൊടുക്കുക, ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ഉണ്ട്. അത് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഉത്തരം എ പ്ലസ് ബി എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്കും ഇവിടെ എ പ്ലസ് ബി കണ്ടാൽ മതി. എയുടെ സ്ഥാനത്ത് 10.1 ബിയുടെ സ്ഥാനത്ത് 2.9. ഇത് തമ്മിൽ കൂട്ടുക. കൂട്ടുമ്പോൾ 13 കിട്ടും. അപ്പോൾ ഉത്തരം 13. ശരി ഉത്തരം ഓപ്ഷൻ ഡി. സംഖ്യാരേഖയിലെ 5-ൽ 3-നും 5-ൽ 4-നും ഇടയിൽ വരാത്ത ഭിന്നകം ഏത്? അതായത് 5-ൽ 3-നും 5-ൽ 4-നും ഇടയിൽ വരാത്ത ഭിന്നകം ഏതെന്ന് കണ്ടുപിടിക്കണം. ഭിന്നസംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. നോക്കുക, 5-ൽ 3 നമുക്ക് ഈ അംശത്തിനോട് ഒരു 0 ചേർക്കുക. അപ്പോൾ 30/5 എന്നാവും. 30/5 എത്രയാണ്? 6.
അതുപോലെ 5-ൽ 4, 4-നോട്ടൊരു 0 ചേർത്താൽ 40, 40/5 8 വരും. അപ്പോൾ 6ഉം 8ഉം. ഇനി ഈ സംഖ്യകളോട് ഓരോന്നിനും ഇതിലെല്ലാം അംശത്തിനോട് ഓരോ 0 ചേർക്കുക, എന്നിട്ട് ഛേദം കൊണ്ട് ഹരിച്ചു നോക്കുക. ഈ 6നും 8നും ഇടയിൽ കിടക്കുന്ന സംഖ്യയാണോ എന്ന് നോക്കിയാൽ മതി. 6നും 8നും ഇടയിൽ കിടക്കുന്ന സംഖ്യ അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഉത്തരം. ഓർക്കുക, എല്ലാത്തിനോടും ഓരോ 0 ചേർത്ത് നമുക്ക് ഹരിച്ചു നോക്കാം. 30നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 40നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 8. അപ്പോൾ 6നും 8നും ഇടയിലുള്ള സംഖ്യയാണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തെ നോക്കുക, 3-ൽ 2. അപ്പോൾ 20നെ 3 കൊണ്ട് ഹരിക്കുക. 20നെ 3 കൊണ്ട് ഹരിച്ചാൽ 6-നേക്കാൾ വലിയൊരു സംഖ്യ. 20നെ 3 കൊണ്ട് ഹരിച്ചാൽ 6 കിട്ടും, പിന്നെ ശിഷ്ടം 2 വരുന്നുണ്ട്. അപ്പോൾ 6-നേക്കാൾ വലിയൊരു സംഖ്യ 6 പോയിൻറ്റ് സംതിങ് ആയിരിക്കും കിട്ടുക. 6 പോയിൻറ്റ് സംതിങ് 6-നേക്കാൾ വലിയൊരു സംഖ്യ ആയതുകൊണ്ട് 6നും 8നും ഇടയിലാണ് കിടക്കുന്നത്. അപ്പോൾ 3-ൽ 2 അല്ല ഉത്തരം. അടുത്ത 8-ൽ 5. നമുക്ക് 5നോട് 0 ചേർത്താൽ 50. 50നെ 8 കൊണ്ട് ഹരിച്ചാൽ 6 8 48 ഉണ്ട്. വീണ്ടും ശിഷ്ടം 2 ഉണ്ട്. അപ്പോൾ 6-നേക്കാൾ വലിയൊരു സംഖ്യയായിരിക്കും വരിക. പൂർണ്ണമായിട്ട് ഹരിക്കേണ്ട കാര്യമില്ല, ഇത്രയും നോക്കിയാൽ മതി. 6-നേക്കാൾ വലിയൊരു സംഖ്യയാണ്, അതും 6നും 8നും ഇടയിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതും ഉത്തരമാവില്ല. ഇനി അടുത്തത് നോക്കുക, 3, 7-ൽ 3. 3നോട് 0 ചേർത്താൽ 30. 30നെ 7 കൊണ്ട് ഹരിച്ചാൽ 4 7 28. 4 പോയിൻറ്റ് സംതിങ് ആയിരിക്കും വരിക, 4 പോയിൻറ്റ് സംതിങ്. അപ്പോൾ ഇത് 6-നേക്കാൾ ചെറിയൊരു സംഖ്യയാണ്. അതുകൊണ്ട് ഇത് 6നും 8നും ഇടയ്ക്കല്ല, 6-നേക്കാൾ ചെറിയ സംഖ്യയാണ്. അതുകൊണ്ട് 7-ൽ 3 ഈ 5-ൽ 3നും 5-ൽ 4നും ഇടയിലല്ല. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ സി, 7-ൽ 3. രണ്ട് സംഖ്യകളുടെ ഉസാഖ 16, അവയുടെ ലസാഗു 192. ഒരു സംഖ്യ 64 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഇവിടെ രണ്ട് സംഖ്യകളുടെ ഉസാഖയും ലസാഗുവും നൽകിയിട്ടുണ്ട്. ഉസാഖ അഥവാ HCF 16 ആണ്, ലസാഗു അഥവാ LCM 192 ആണ്. ഇതിലെ ഒരു സംഖ്യ 64 ആണെന്ന് നൽകിയിരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ സംഖ്യ നമുക്ക് x എന്നെടുക്കാം. അങ്ങനെയെങ്കിൽ ഈ സംഖ്യകളുടെ ഗുണനഫലവും അവയുടെ ഉസാഖയുടെയും ലസാഗുവിൻ്റെയും ഗുണനഫലവും തുല്യമായിരിക്കും. ഓർക്കുക, സംഖ്യകളുടെ ഗുണനഫലവും അവയുടെ ഉസാഖയുടെയും ലസാഗുവിൻ്റെയും ഗുണനഫലവും തുല്യമായിരിക്കും. അതായത് 64 ഗുണം x എന്നുള്ളത് 16 ഗുണം 192 തുല്യമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാം. x സമം 16 ഗുണം 192/64 എന്ന് വരും. ഓർക്കുക, 16ൻ്റെ ഗുണിതമാണ് 64. അതുകൊണ്ട് 16നെ 64നെ നമുക്ക് 16 ഉപയോഗിച്ച് ഹരിക്കാം. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 4ഉം വരും. 192നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 48 എന്ന് കിട്ടും. അതായത് എക്സിൻ്റെ വാല്യൂ 48 എന്ന് വരും. രണ്ടാമത്തെ സംഖ്യ 48. ശരി ഉത്തരം ഓപ്ഷൻ എ. 2/3 ഗുണം 5/4 വില എത്ര? നമുക്കിവിടെ 2/3 ഗുണം 5/4 ഇത് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഓർക്ക് 2/3 എന്ന് പറഞ്ഞാൽ 2 3 തവണ ആവർത്തിച്ച് ഗുണിക്കുന്നതാണ്. അതായത് 2 ഗുണം 2 ഗുണം 2 ആണ്. അതുപോലെ 5/4 5 4 തവണ ആവർത്തിച്ച് ഗുണിക്കുന്നതാണ്. 5 ഗുണം 5 ഗുണം 5 ഗുണം 5. അപ്പോൾ ഈ ഗുണനഫലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. നോക്കുക, 2 ഗുണം 2 4. അപ്പോൾ 4 ഗുണം 2 എന്ന് ഇത് നമുക്ക് എഴുതാം. ഗുണം 5 ഗുണം 5 25, വീണ്ടും 5 ഗുണം 5 25. ഇനി ഇത് തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 2 ഗുണം 25 50 കിട്ടും. 50 ഗുണം ഈ 4 25 കൂടെ ഗുണിച്ചാൽ 100 ആയി. 50 ഗുണം 100 5000. അപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടും. അല്ലാതെ ഇത് എക്സ്പാൻഡ് ചെയ്ത് എല്ലാത്തിൻ്റെയും 5/4 2/3 കണ്ടുപിടിച്ച് ഗുണിച്ചെടുക്കണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ ഉത്തരം 5000. ശരി ഉത്തരം ഓപ്ഷൻ ബി. 20-ൽ 4 അധികം 200-ൽ 8 അധികം 2032 തുല്യമായ ദശാംശ സംഖ്യ ഏത്? നോക്കുക, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 20-ൽ 4 അധികം 200-ൽ 8 അധികം 2032 ആണ്. സമം. നോക്കുക, ഇവിടെ അംശവും ഛേദവും 2 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളാണ്. അപ്പോൾ അംശത്തിനെയും ഛേദത്തിനെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അംശത്തിനെ 2 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. ഛേദത്തിലെ 20നെ 2 കൊണ്ട് ഹരിച്ചാൽ 10. അപ്പോൾ 10-ൽ 2 എന്ന് വരും. അധികം ഇവിടെയും അംശത്തിനെയും ഛേദത്തിനെയും 2 കൊണ്ട് ഹരിക്കാം. 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4, 200നെ 2 കൊണ്ട് ഹരിച്ചാൽ 100. 100-ൽ 4 അധികം 32നെയും 2000നെയും ഇവിടെയും 2 കൊണ്ട് ഹരിച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം.
32നെ 2 കൊണ്ട് ഹരിച്ചാൽ 16, 2000നെ 2 കൊണ്ട് ഹരിച്ചാൽ 1000. ഇനി നമുക്കിത് ഡെസിമൽ വാല്യൂ ആക്കാം. 10ൽ 2, 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുത്താൽ മതി. അപ്പോൾ 0.2 എന്ന് വരും. പൂർണ്ണസംഖ്യാ ഭാഗം 0 ആണെന്ന് കാണിക്കാൻ നമുക്ക് ഇവിടെ 0 കൊടുക്കാം. അപ്പോൾ 0.2 അധികം 100ൽ 4. 100 കൊണ്ട് ഹരിക്കാനായിട്ട് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുക്കണം. അപ്പോൾ 0.04 എന്ന് വരും. ഇവിടെയും 0 കൊടുക്കുക. അധികം 1000 കൊണ്ട് ഹരിക്കണം. അതിനായിട്ട് 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുക്കുക. അപ്പോൾ 16 എഴുതി ഇടതുവശത്തൊരു 0 കൂടെ ചേർത്തിട്ട് വേണം ഡെസിമൽ പോയിന്റ് കൊടുക്കുക. 0.016 എന്ന് വരും. പൂർണ്ണസംഖ്യാ ഭാഗവും 0 ആയിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് കൂട്ടാം. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെസിമൽ പോയിന്റ് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ എഴുതി വേണം കൂട്ടാൻ. അപ്പോൾ 0.2, 0.04, 0.016 കൂട്ടുക. 6, 4, 1, 5, 2 പോയിന്റ് കൊടുക്കുന്നു 0. 0.256 ആണ് ഉത്തരം. ശരിയുത്തരം ഓപ്ഷൻ സി. ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ 10 ദിവസവും രാമു തനിച്ച് ചെയ്താൽ 15 ദിവസവും വേണം. രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം? ഇവിടെ ബാലുവിന് തനിച്ച് ഒരു ജോലി ചെയ്തു തീർക്കാൻ 10 ദിവസം വേണം. രാമുവിന് തനിച്ച് ജോലി ചെയ്തു തീർക്കാൻ 15 ദിവസം വേണം. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ മാർഗമുണ്ട്. ഒരാൾ തനിയെ എക്സ് ദിവസങ്ങൾ കൊണ്ടും മറ്റൊരാൾ തനിയെ വൈ ദിവസങ്ങൾ കൊണ്ടും ഒരു ജോലി ചെയ്തു തീർക്കുമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ XY/X+Y ദിവസങ്ങൾ കൊണ്ട് ആ ജോലി ചെയ്തു തീരും. ഓർക്കുക, ഒരാൾ തനിയെ എക്സ് ദിവസങ്ങൾ കൊണ്ടും മറ്റൊരാൾ തനിയെ വൈ ദിവസങ്ങൾ കൊണ്ടും ഒരു ജോലി ചെയ്തു തീർക്കുമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്തു തീരാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം XY/X+Y ആണ്. അപ്പോൾ ഇവിടെ ബാലുവിന് 10 ദിവസം വേണം ജോലി ചെയ്ത് തീർക്കാൻ. അതുകൊണ്ട് എക്സിന് 10 എന്ന് കൊടുക്കാം. രാമുവിന് 15 ദിവസവുമാണ് ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടത്. വൈക്ക് 15 എന്നും കൊടുക്കാം. ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ 10 × 15/10 + 15 എന്ന് വരും. 15, 10, 150. 150/25 എന്ന് വരും. 150നെ 25 കൊണ്ട് ഹരിച്ചാൽ 6. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാൽ 6 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീരും. ശരിയുത്തരം ഓപ്ഷൻ ഡി. 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ 15 രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര? ഇവിടെ ഒരു മാസത്തെ സാധാരണ പലിശ 15 രൂപയാണ്. അപ്പോൾ ഒരു വർഷത്തെ പലിശ എത്രയായിരിക്കും? ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണല്ലോ. 15നെ 12 കൊണ്ട് ഗുണിച്ചാൽ മതി. 15 × 12 180 രൂപ വരും. ഒരു വർഷത്തെ പലിശ 180 രൂപ. ഇനി പലിശ നിരക്ക് കാണാൻ നിക്ഷേപത്തുകയുടെ എത്ര ശതമാനമാണ് ഈ 180 എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നിക്ഷേപത്തുക 2000 രൂപയാണ്. അപ്പോൾ 2000ൻ്റെ എത്ര ശതമാനമാണ് 180 എന്ന് കാണുക. 2000ൽ 180 × 100 കാണാം. പൂജ്യങ്ങൾ 2 വീതം ക്യാൻസൽ ചെയ്യാം. ഇവിടെ 180ൻ്റെ ഒരു 0, 20ൻ്റെ ഒരു 0 ക്യാൻസൽ ചെയ്യാം. 18നെ 2 കൊണ്ട് ഹരിച്ചാൽ 9 എന്ന് വരും. അപ്പോൾ 9% പലിശ നിരക്ക്. ശരിയുത്തരം ഓപ്ഷൻ സി. ഒരു ക്ലോക്കിലെ സമയം 8:30 ആണ്. അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ ഒരു ക്ലോക്കിലെ സമയം 8:30 ആണ്. ഈ സമയത്ത് ക്ലോക്കിലെ സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കണം. കോണളവ് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്. തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. അപ്പോൾ 8 × 6 48 ആണ്. അപ്പോൾ 8 × 60 480 വരും. 11, 3, 33 ആയതുകൊണ്ട് 11 × 30 330. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി കണ്ടാൽ നമുക്ക് കോണളവ് കിട്ടും. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണാനായിട്ട് 480ൽ നിന്നും 330 കുറയ്ക്കാം. അപ്പോൾ 0, 5, 1, 150. 150ൻ്റെ പകുതി കാണുക. 150/2 75 വരും. അപ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് 75 ഡിഗ്രിയാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി. 1 + 2 + 3 + etc. + 50 = 1275. എങ്കിൽ 3 + 6 + 9 + etc. + 150 = ഡാഷ്. നോക്കുക, 1 + 2 + 3 + etc. + 50 അല്ലെങ്കിൽ 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 1275 എന്ന് നൽകിയിരിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 + 6 + 9 + etc. + 150 ആണ്. നോക്കുക, ഈ തന്നിരിക്കുന്നതെല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് 3 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 3 ×
3നെ 1 കൊണ്ട് ഗുണിച്ചാൽ 3 കിട്ടും. ഇനി 6 കിട്ടാനായിട്ട് 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1 + 2 എന്ന് വരും. പ്ലസ് ഇവിടെ 9 വരണമെങ്കിൽ ഈ 3നെ 3 കൊണ്ട് ഗുണിക്കണം. പ്ലസ് എക്സെട്രാ പ്ലസ് 150 അവസാന സംഖ്യ. 150 കിട്ടണമെങ്കിൽ 3നെ എത്ര കൊണ്ട് ഗുണിക്കണം? 50 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 × 1 + 2 + 3 + എക്സെട്രാ + 50 എന്ന് വരും. സമം 3 ഗുണം ഈ സംഖ്യകളുടെ തുക 1275 എന്ന് നൽകിയിട്ടുണ്ട്. 3 ഗുണം 1275 വരും. അപ്പോൾ ഇത് ഗുണിച്ച് കഴിയുമ്പോൾ 3825 എന്ന് കിട്ടും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 3825. 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും ഉള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കണം? നോക്കുക, ഇവിടെ ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളും. ആ ടാങ്കിന് 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുണ്ട്. ആ ടാങ്കിൻ്റെ ഉയരം എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ടാങ്കിൻ്റെ ആകൃതി ചതുരപ്പെട്ടിയുടെ ആകൃതിയാണ്. നീളവും വീതിയും ഉയരവുമാണുള്ളത്. അപ്പോൾ ടാങ്കിൻ്റെ വ്യാപ്തമാണ് നൽകിയിരിക്കുന്നത് 10,000 ലിറ്റർ. 10,000 ലിറ്റർ. ഇവിടെ നോക്കുക, ബാക്കിയുള്ള അളവുകളൊക്കെ മീറ്ററിലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 10,000 ലിറ്ററിനെ നമുക്ക് മീറ്റർ ക്യൂബാക്കി മാറ്റണം. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ്. ഓർക്കുക, 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ. അപ്പോൾ 10,000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ക്യൂബ് വരും. ഇതിനെ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 10 എന്ന് കിട്ടും. 10 മീറ്റർ ക്യൂബ്. അപ്പോൾ ഈ ടാങ്കിൻ്റെ വ്യാപ്തം 10 മീറ്റർ ക്യൂബാണ്. ഇനി ചതുരപ്പെട്ടിയുടെ ആകൃതിയിലുള്ള ഒരു ടാങ്കിൻ്റെ വ്യാപ്തം കാണുന്നത് V = L × B × H, അതായത് നീളം ഗുണം വീതി ഗുണം ഉയരം എന്നുള്ള ക്രമത്തിലാണ്. നീളം ഗുണം വീതി ഗുണം ഉയരം. V = LBH. അപ്പോൾ നീളം ഗുണം വീതി ഗുണം ഉയരമാണ് നമ്മുടെ 10 മീറ്റർ ക്യൂബ്. ഇവിടെ നീളം എത്രയാണ്? 2.5. 2.5 മീറ്റർ എന്നുള്ളത് നമുക്ക് 2.5 എന്ന് എഴുതാം. അപ്പോൾ 2.5 ഗുണം വീതി 1 നൽകിയിരിക്കുന്നു. 1 ഗുണം ഉയരം നമുക്ക് H എന്ന് തന്നെ എടുക്കാം. H = 10 എന്ന് കിട്ടും. 2.5നെ 1 കൊണ്ട് ഗുണിച്ചാൽ 2.5 തന്നെയാണ്. അപ്പോൾ H കാണാനായിട്ട് ഈ 10നെ 2.5 കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്ക് ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കാൻ 10 കൊണ്ട് അംശത്തിനെയും ഛേദത്തിനെയും ഗുണിക്കുക. അപ്പോൾ 100/25 എന്ന് വരും. 100നെ 25 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 4. അപ്പോൾ 4 മീറ്ററാണ് ടാങ്കിൻ്റെ ഉയരം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 400, 2500, 4000, 250 എന്നൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 4 മീറ്റർ. അപ്പോൾ ഇതിനെ സെൻറ്റിമീറ്റർ ആക്കിയാൽ 4 × 100 400 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ രൂപത്തിലാണെങ്കിൽ ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ എ ആയിരിക്കും. ഇവിടെ യൂണിറ്റുകളൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ നമുക്ക് കരുതാം 400 സെൻറ്റിമീറ്റർ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന്. ശരിയുത്തരം ഓപ്ഷൻ എ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? നോക്കുക, ഇവിടെ ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നും ഗുണിച്ച് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോന്നും സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ഇതിലെ വലിയ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കാൻ. നോക്കുക, ഇത് തമ്മിൽ ഗുണിക്കാനായിട്ട് ഇവിടെ 1 ഈ 1 തമ്മിൽ ഗുണിക്കുക. 1 × 1 1. ഇനി ഡെസിമൽ പോയിൻ്റ് കൊടുക്കണം. അപ്പോൾ നോക്കുക, ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കമുണ്ട്. ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 3 അക്കങ്ങളുണ്ട്. ഇവിടെ 2ഉം ഇവിടെ 3ഉം. ഈ 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ 5. നമ്മുടെ ഉത്തരത്തിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 5 അക്കങ്ങൾ ഉണ്ടാവണം. അപ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ട് 5 സ്ഥാനം മാറി വേണം ഡെസിമൽ പോയിൻ്റ് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഒരക്കമേ ഉള്ളൂ. ഇടതുവശത്ത് 4 പൂജ്യങ്ങൾ ചേർക്കാം. ഇനി ഡെസിമൽ പോയിൻറ്റ് ഇടതുവശത്ത് കൊടുക്കുക. പൂർണ്ണസംഖ്യ ഭാഗം 0 ആണെന്ന് കാണിക്കാൻ ഇവിടെ ഒരു 0 കൊടുക്കുക. അപ്പോൾ 0.000001 നമുക്ക് ഉത്തരം കിട്ടും. അടുത്തത് നമുക്ക് ഗുണിക്കാം. 0.101 ഗുണം 0.01. അപ്പോൾ ഇവിടെ 101 ഉണ്ട്. ഇതിനെ ഈ 1 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 101നെ 1 കൊണ്ട് ഗുണിച്ചാൽ 101 തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ആ 101 ഇവിടെ എഴുതുക. ഇനി ഡെസിമൽ പോയിൻ്റ് കൊടുക്കുക. ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 3 അക്കങ്ങളും ഇവിടെ 2 അക്കങ്ങളുമാണുള്ളത്. നേരത്തെ ഇതുപോലെ തന്നെ ഗുണനഫലത്തിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 5 അക്കങ്ങൾ ഉണ്ടാവണം. അപ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ട് 5 സ്ഥാനം മാറണം. ഇവിടെ ഇപ്പോൾ 3 അക്കങ്ങളേ ഉള്ളൂ. 2 പൂജ്യം കൂടെ കൊടുക്കുക ഇടതുവശത്ത്. എന്നിട്ട് ഡെസിമൽ പോയിൻ്റ് ഇടുക. അപ്പോൾ 0.001001 വരും. ഇനി അടുത്തത് നമുക്ക് ഗുണിക്കാം. 0.101 ഗുണം 0.001. ഇവിടെയും നേരത്തെ ഗുണിച്ച കണക്ക് ഈ 1 കൊണ്ട് 101നെ ഗുണിക്കുക. 1 കൊണ്ട് 101നെ ഗുണിച്ചാൽ 101 തന്നെ.
ഇനി നോക്കുക, ഇവിടെ 3 അക്കങ്ങൾ, ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് 3 അക്കങ്ങളും ഇവിടെയും ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് 3 അക്കങ്ങൾ. അപ്പോൾ ഗുണനഫലത്തിൽ ടോട്ടൽ 3 3 6 അക്കങ്ങൾ ഉണ്ടാവണം. ഇവിടെ 3 അക്കങ്ങളേ ഉള്ളൂ. 3 0 ഇടതുവശത്ത് കൊടുക്കുക. എന്നിട്ട് ഡെസിമൽ പോയിന്റ് ഇടുക. പൂർണ്ണസംഖ്യാഭാഗവും 0 അടയാളപ്പെടുത്തുക. ഇനി അടുത്ത ഗുണനം നടത്തണം. അടുത്തത് നോക്കുക, 0.10 ഗുണം 0.001. അപ്പോൾ ഇവിടെ നമ്മളെ തെറ്റിക്കാനായിട്ട് 0.101 കൊടുത്തിട്ടുണ്ട്. ഓർക്കുക, ദശാംശ സംഖ്യയിൽ വലത്തേ അറ്റത്ത് 0 വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. ദശാംശ സംഖ്യയിലെ വലത്തേ അറ്റത്തെ 0 നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത് 0.1 ഗുണം 0.001 എന്ന് വരും. ഇനി ഗുണിക്കുക. അപ്പോൾ 1നെ 1 കൊണ്ട് ഗുണിക്കുന്നു, 1 എന്ന് ഉത്തരം വരും. ഇനി ഡെസിമൽ പോയിന്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് ഒരക്കവും ഇവിടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് 3 അക്കങ്ങളും. അപ്പോൾ ഉത്തരത്തിൽ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് 1 3 4 അക്കങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഇടത്തോട്ട് 3 0 കൂടെ ചേർത്ത് നമുക്ക് ഡെസിമൽ പോയിന്റ് കൊടുക്കാം. അപ്പോൾ 0.0001 എന്ന് വരും. ഇനി ഇതിലെ വലിയ സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ പൂർണ്ണസംഖ്യാഭാഗം എല്ലായിടത്തും 0 അതെല്ലായിടത്തും തുല്യമാണ്. ഇനി പോയിന്റിന് വലതുവശത്തുള്ള ഓരോ അക്കങ്ങളായിട്ട് നമുക്ക് നോക്കാം. വലതുവശത്ത് ആദ്യത്തെ അക്കം നോക്കുക, എല്ലായിടത്തും 0. രണ്ടാമത്തെ അക്കവും എല്ലായിടത്തും 0. അപ്പോൾ അവിടം വരെ എല്ലാം തുല്യമാണ്. ഇനി മൂന്നാമത്തെ അക്കം നോക്കുക, മൂന്നാമത്തെ അക്കത്തിൽ വലുതേതാണ്? മൂന്നാമത്തെ അക്കം ഇവിടെ 1 ഉണ്ട്. അപ്പോൾ അതാണ് വലുത്. ബാക്കി എല്ലായിടത്തും 0 മൂന്നാമത്തെ അക്കം. അപ്പോൾ ഈ വലുത് 1 വന്നുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇക്കൂട്ടത്തിൽ വലിയ സംഖ്യ. ശരിയുത്തരം ഓപ്ഷൻ ബി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? 2.5, 0.25, 0.025, 0.0025. അപ്പോൾ ഇവിടെ 4 ദശാംശ സംഖ്യകൾ നൽകിയിട്ടുണ്ട്. ഇവയിൽ പൂർണ്ണവർഗ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ദശാംശ സംഖ്യകളാണ് തന്നിരിക്കുന്നതെല്ലാം. അപ്പോൾ പൂർണ്ണവർഗം കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്. പൂർണ്ണവർഗ ദശാംശ സംഖ്യകളിൽ ഡെസിമൽ പോയിന്റിന് വലതുവശത്തുള്ള സംഖ്യകളുടെ എണ്ണം എപ്പോഴും ഇരട്ട സംഖ്യയായിരിക്കും. ഓർക്കുക, പൂർണ്ണവർഗ സംഖ്യകളിൽ ദശാംശ സംഖ്യകളിൽ ഡെസിമൽ പോയിന്റിന് വലതുവശത്തുള്ള അക്കങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയായിരിക്കും. ഇവിടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് ഒരക്കമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പൂർണ്ണവർഗമാവില്ല. ഇവിടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് 2 അക്കങ്ങളുണ്ട്. ഇത് പൂർണ്ണവർഗമാകും. ഇത് നോക്കുക, ഇവിടെ 3 അക്കങ്ങളാണുള്ളത് ഡെസിമൽ പോയിന്റിന് വലതുവശത്ത്. ഇതും പൂർണ്ണവർഗമാവില്ല. ഇവിടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് 5 അക്കങ്ങളുണ്ട്. അപ്പോൾ ഇതും പൂർണ്ണവർഗമാവില്ല. പൂർണ്ണവർഗമാകാവുന്നത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി 0.25. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി 0.25.